JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം LD ടൈപ്പിസ്റ്റിന്റെ ടോപ്പിക് വൈസ് ക്ലാസ് കണ്ടിന്യൂസ് ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ക്ലാസ് പോലും മിസ്സാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് LD ടൈപ്പിസ്റ്റിന്റെ ടോപ്പിക് വൈസ് ക്ലാസ്സിൽ നമുക്ക് കമ്പ്യൂട്ടർ വിൻഡോസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ വിൻഡോസിൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് LD ടൈപ്പിസ്റ്റിന്റെ സിലബസ് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞുതരാം. കമ്പ്യൂട്ടറിനും ടൈപ്പ് റൈറ്ററിനും കൂടെ ഉൾപ്പെടെ നമുക്ക് 50 മാർക്കാണ് LD ടൈപ്പിസ്റ്റ് അല്ലെങ്കിൽ ക്ലർക്ക് ടൈപ്പിസ്റ്റ് അങ്ങനെയുള്ള ടൈപ്പിസ്റ്റ് സംബന്ധമായ എക്സാമുകൾക്ക് വേണ്ടി അലോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ മൊത്തത്തിൽ 40 മാർക്കാണുള്ളത്. അതിൻ്റെ അകത്ത് വേഡ്, എക്സൽ, പവർ പോയിന്റ് കൂടാതെ വിൻഡോസ് ഉണ്ട്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, ഇന്റർനെറ്റ് കൺസെപ്റ്റ് ഉണ്ട്, ആക്സസ് ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ 40 മാർക്ക് അലോട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ ടൈപ്പ് റൈറ്ററിന് നമുക്ക് 10 മാർക്കാണുള്ളത്. കൂടാതെ മലയാളം 20 മാർക്ക്, ഇംഗ്ലീഷ് 20 മാർക്ക്, GKക്ക് മൊത്തത്തിൽ 10 മാർക്കുമാണ്. മാർക്ക് ഡിസ്ട്രിബ്യൂഷന് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഇത് ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സിലബസിലെ കാര്യങ്ങളെല്ലാം തന്നെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്കിലും ഞാൻ ഒരിക്കൽ കൂടി മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് വിൻഡോസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. വിൻഡോസിൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ടു റീനെയിം എ ഫയൽ ഓർ ഫോൾഡർ. ടു റീനെയിം എ ഫയൽ ഓർ ഫോൾഡർ. ഒരു ഫയൽ അല്ലെങ്കിൽ ഫോൾഡറിന്റെ പേര് മാറ്റാൻ ഓപ്ഷൻസ് നോക്കാം. Option A, select file or folder, then rename. Option B, select a folder, file and type new name. Option C, select a file or folder, type new name. Option D, select a folder or file and press F2 key, enter new name and press enter. ഏതാണ് ടു റീനെയിം എ ഫയൽ ഓർ ഫോൾഡർ? ഒരു ഫയൽ അല്ലെങ്കിൽ ഫോൾഡറിന്റെ പേര് മാറ്റാൻ എന്താണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. സെലക്ട് ഫോൾഡർ ഓർ ഫയൽ ആൻഡ് പ്രസ് F2 കീ, എന്റർ ന്യൂ നെയിം ആൻഡ് പ്രസ് എന്റർ. അതായത് ഫോൾഡർ അല്ലെങ്കിൽ ഫയൽ തിരഞ്ഞെടുത്തതിന് ശേഷം F2 കീ അമർത്തുക, പുതിയ പേര് നൽകി എന്റർ അമർത്തുക. ഇതാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ടു കോപ്പി എ ഫയൽ ഓർ ഫോൾഡർ. ടു കോപ്പി എ ഫയൽ ഓർ ഫോൾഡർ. അതായത് ഒരു ഫയൽ അല്ലെങ്കിൽ ഫോൾഡർ കോപ്പി ചെയ്യാൻ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, സെലക്ട് എ ഫയൽ ഓർ ഫോൾഡർ ആൻഡ് Ctrl+Z. ഓപ്ഷൻ ബി, സെലക്ട് എ ഫയൽ ഓർ ഫോൾഡർ ആൻഡ് ടൈപ്പ് കോപ്പി. ഓപ്ഷൻ സി, സെലക്ട് എ ഫയൽ ഓർ ഫോൾഡർ ആൻഡ് പ്രസ് F2 കീ. ഓപ്ഷൻ ഡി, റൈറ്റ് ക്ലിക്ക് ഓൺ ഫയൽ ഓർ ഫോൾഡർ ആൻഡ് സെലക്ട് കോപ്പി ഓപ്ഷൻ ഫ്രം ദ കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് മെനു. ഏതാണ് ടു കോപ്പി എ ഫയൽ ഓർ ഫോൾഡർ? ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. റൈറ്റ് ക്ലിക്ക് ഓൺ ഫയൽ ഓർ ഫോൾഡർ ആൻഡ് സെലക്ട് കോപ്പി ഓപ്ഷൻ ഫ്രം ദ കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് മെനു. അതായത് ഫയൽ അല്ലെങ്കിൽ ഫോൾഡർ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് മെനുവിൽ നിന്ന് കോപ്പി ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. Which shortcut key is used to copy and paste a file or folder? Which shortcut key is used to copy and paste a file or folder? ഒരു ഫയൽ അല്ലെങ്കിൽ ഫോൾഡർ പകർത്തി ഒട്ടിക്കാൻ അത് ഏത് കുറുക്കുവഴി കീ ഉപയോഗിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, Ctrl+X and Ctrl+Y. ഓപ്ഷൻ ബി, Ctrl+Z and Ctrl+A. ഓപ്ഷൻ സി, Ctrl+Z and Ctrl+V. ഓപ്ഷൻ ഡി, Ctrl+C and Ctrl+V. ഏതാണ് വിച്ച് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ്ഡ് ടു കോപ്പി ആൻഡ് പേസ്റ്റ് എ ഫയൽ ഓർ ഫോൾഡർ? ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. Ctrl+C and Ctrl+V. അടുത്ത ക്വസ്റ്റ്യൻ. ടു ഡിലീറ്റ് എ ഫയൽ ഓർ ഫോൾഡർ. ടു ഡിലീറ്റ് എ ഫയൽ ഓർ ഫോൾഡർ. അതായത് ഒരു ഫയൽ അല്ലെങ്കിൽ ഫോൾഡർ ഇല്ലാതാക്കാൻ എന്ത് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, സെലക്ട് ഫയൽ ഓർ ഫോൾഡർ ആൻഡ് പ്രസ് Alt കീ. ഓപ്ഷൻ ബി, സെലക്ട് ഫയൽ ഓർ ഫോൾഡർ ആൻഡ് പ്രസ് Del കീ.
Option C, select file or folder and press enter key. Option D, select file or folder and press backspace key. ഏതാണ് to delete a file or folder? To delete a file or folder, select file or folder and press del key. Are the question. When we format a pen drive, content will be a dash. When we format a pen drive, content will be dash. അതായത് ഒരു പവർ പെൻ ഡ്രൈവ് ഫോർമാറ്റ് ചെയ്യുമ്പോൾ ഉള്ളടക്കം ഡാഷ് ചെയ്യും. എന്ത് ചെയ്യും? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഇറൈസ്ഡ്, ഓപ്ഷൻ ബി റിറ്റൈൻഡ്, ഓപ്ഷൻ സി റിമൈൻഡ്, ഓപ്ഷൻ ഡി പാർഷ്യലി റിമൈൻഡ്. എന്താ ചെയ്യുന്നത്? വെൻ വി ഫോർമാറ്റ് എ പെൻ ഡ്രൈവ്, കണ്ടന്റ് വിൽ ബി ഓപ്ഷൻ എ ആണ് ആൻസർ, ഇറൈസ്ഡ്. ഓപ്ഷൻ എ ആണ് ആൻസർ, ഇറൈസ്ഡ്. അടുത്ത ക്വസ്റ്റ്യൻ. The shortcut key used to refresh a Windows desktop is dash. The shortcut key used to refresh a Windows desktop is dash. അതായത് വിൻഡോസ് ഡെസ്ക്ടോപ്പ് പുതുക്കാൻ അല്ല റീഫ്രഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കുറുക്കു വഴി കീ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ F1, ഓപ്ഷൻ ബി F2, ഓപ്ഷൻ സി F5, ഓപ്ഷൻ ഡി F12. The shortcut key used to refresh a Windows desktop is ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ, F5. അടുത്ത ക്വസ്റ്റ്യൻ. When a file is accidentally deleted, it can be restored from dash. When a file is accidentally deleted, it can be restored from dash. എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം? എന്താണ്? ഒരു ഫയല് നമ്മൾ അബദ്ധത്തിൽ എങ്ങാനൊക്കെ ഡിലീറ്റ് ചെയ്തു പോയാൽ ആ ഡാഷിൽ നിന്നത് പുനഃസ്ഥാപിക്കാൻ ആകും. ഏതിൽ നിന്നാണ് നമുക്ക് പുനഃസ്ഥാപിക്കാനാകുന്നത്? ഓപ്ഷൻസ്. ഓപ്ഷൻ എ ലൈബ്രറീസ്, ഓപ്ഷൻ ബി പെൻ ഡ്രൈവ്, ഓപ്ഷൻ സി റീസൈക്കിൾ ബിന്ന്, ഓപ്ഷൻ ഡി മൈ കമ്പ്യൂട്ടർ. എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യം അല്ലെ? വെൻ എ ഫയൽ ഈസ് ആക്സിഡന്റലി ഡിലീറ്റഡ് ഇറ്റ് ക്യാൻ ബി റീസ്റ്റോർഡ് ഫ്രം ഓപ്ഷൻ സി ആണ് ആൻസർ, റീസൈക്കിൾ ബിന്ന്. അടുത്ത ക്വസ്റ്റ്യൻ. What are the steps to create a new folder from desktop? What are the steps to create a new folder from desktop? അതായത് ഡെസ്ക്ടോപ്പിൽ നിന്ന് പുതിയൊരു ഫോൾഡർ സൃഷ്ടിക്കുന്നതിനുള്ള ഘട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ക്ലിക്ക് സ്റ്റാർട്ട് ബട്ടൺ, സെലക്ട് ക്രിയേറ്റ് ന്യൂ ഫോൾഡർ. ഓപ്ഷൻ ബി ലെഫ്റ്റ് ക്ലിക്ക് on desktop area, select new folder. Option C, open Windows Explorer, select create new folder. Option D, right click on desktop blank area and select new and select folder from the pop-up menu and press enter key. ഏതാണ്? What are the steps to create new folder from desktop? ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. റൈറ്റ് ക്ലിക്ക് ഓൺ ഡെസ്ക്ടോപ്പ് ബ്ലാങ്ക് ഏരിയ, സെലക്ട് ന്യൂ ആൻഡ് സെലക്ട് ഫോൾഡർ ഫ്രം ദ പോപ്പ് മെനു ആൻഡ് പ്രസ് എന്റർ കീ. അതായത് ഈ ഡെസ്ക്ടോപ്പിലെ ബ്ലാങ്ക് ഏരിയയിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം പോപ്പ് മെനുവിൽ നിന്ന് പുതിയത് തെരഞ്ഞെടുത്ത് ഫോൾഡർ തെരഞ്ഞെടുത്ത് എന്റർ കീ അമർത്തുക. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ഫയൽ എക്സ്പ്ലോറർ folders and files are displayed. In File Explorer, folders and files are displayed dash. എന്താണ് ചോദ്യത്തിന് അർത്ഥം? എന്താണ്? ഫയൽ എക്സ്പ്ലോററിൽ ഫോൾഡറുകളും ഫയലുകളും ഡാഷ് പ്രദർശിപ്പിക്കും. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സീരിയലി, ഓപ്ഷൻ ബി സീക്വന്റ്ലി, ഓപ്ഷൻ സി ഹയറാർക്കിയലി, ഓപ്ഷൻ ഡി ആൽഫബറ്റിക്കലി. ഏതാണ് ആൻസർ? ഇൻ ഫയൽ എക്സ്പ്ലോറർ ഫോൾഡേഴ്സ് ആൻഡ് ഫയൽസ് ആർ ഡിസ്പ്ലേഡ് ഹയറാർക്കിയലി. അടുത്ത ക്വസ്റ്റ്യൻ. ടു സെലക്ട് എ ഗ്രൂപ്പ് ഓഫ്
adjacent files or folders, press a dash. To select a group of adjacent files or folders, press a dash. അതായത് അടുത്തുള്ള ഫയലുകളുടെയോ ഫോൾഡറുകളുടെയോ ഒരു ഗ്രൂപ്പ് തിരഞ്ഞെടുക്കാൻ ഏതാണ് അമർത്തേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഓൾട്ട് പ്ലസ് ഡൗൺ ആരോ, ഓപ്ഷൻ ബി കൺട്രോൾ പ്ലസ് ഡൗൺ ആരോ, ഓപ്ഷൻ സി ഷിഫ്റ്റ് പ്ലസ് ഡൗൺ ആരോ, ഓപ്ഷൻ ഡി കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ഡൗൺ ആരോ. ഏതാണ്? ടു സെലക്ട് എ ഗ്രൂപ്പ് ഓഫ് അഡ്ജസന്റ് ഫയൽസ് ഓർ ഫോൾഡേഴ്സ് പ്രസ് ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ, ഷിഫ്റ്റ് പ്ലസ് ഡൗൺ ആരോ. അടുത്ത ക്വസ്റ്റ്യൻ. ടു സെലക്ട് എ ഗ്രൂപ്പ് ഓഫ് scattered files or folders, press dash. To select a group of scattered files or folders, press dash. അതായത് ചിതറിക്കിടക്കുന്ന ഫയലുകളുടെയോ ഫോൾഡറുകളുടെയോ ഒരു ഗ്രൂപ്പ് തിരഞ്ഞെടുക്കാൻ ഏതാണ് അമർത്തേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ക്രിയയാണ്? ഓൾട്ട് പ്ലസ് ക്ലിക്ക്, ഓപ്ഷൻ ബി കൺട്രോൾ പ്ലസ് ക്ലിക്ക്, ഓപ്ഷൻ ഡി ഷിഫ്റ്റ് പ്ലസ് ക്ലിക്ക്, ഓപ്ഷൻ ഡി കൺട്രോൾ പ്ലസ് ഓൾട്ട് പ്ലസ് ക്ലിക്ക്. ഏതാണ്? ടു സെലക്ട് എ ഗ്രൂപ്പ് ഓഫ് സ്കാറ്റേർഡ് ഫയൽസ് ഓർ ഫോൾഡർ പ്രസ് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, കൺട്രോൾ പ്ലസ് ക്ലിക്ക്. അടുത്ത ക്വസ്റ്റ്യൻ. In Windows, which will allow the users to view and manipulate basic systems such as adding hardware, adding, removing software, controlling user accounts, etc. In Windows, which will allow the users to view and manipulate basic systems such as adding hardware, adding, removing software, controlling user accounts, etc. എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം? എന്താണ്? അതായത് വിൻഡോസിലെ ഹാർഡ്വെയർ ചേർക്കല്, സോഫ്റ്റ്വെയർ നീക്കം ചെയ്യല്, ഉപയോക്തൃ അക്കൗണ്ടുകൾ നിയന്ത്രിക്കല് തുടങ്ങിയ അടിസ്ഥാന സംവിധാനങ്ങൾ കാണാനും കൈകാര്യം ചെയ്യാനും ഉപയോക്താക്കളെ ഏതാണ് അനുവദിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ റീസൈക്കിൾ ബിൻ ആണോ, ഓപ്ഷൻ ബി മൈ കമ്പ്യൂട്ടർ ആണോ, ഓപ്ഷൻ സി കൺട്രോൾ പാനൽ ആണോ, ഓപ്ഷൻ ഡി ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ആണോ? ഏതാണ്? ഇൻ വിൻഡോസ് which will allow the user to use and manipulate basic systems such as adding hardware, adding, removing software, controlling user accounts, etc. ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ, കൺട്രോൾ പാനൽ. അടുത്ത ക്വസ്റ്റ്യൻ. Which tool in the control panel is used for administrative functions such as managing the computer, monitoring performance, editing security policy, etc. Which tool in the control panel is used for administrative functions such as managing the computer, monitoring performance, editing security policy, etc. അതായത് എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം? എന്താണ്? കമ്പ്യൂട്ടർ മാനേജ് ചെയ്യല്, ഈ പ്രകടനമൊക്കെ നിരീക്ഷിക്കല്, സുരക്ഷാ നയം എഡിറ്റ് ചെയ്യല് തുടങ്ങിയ അഡ്മിനിസ്ട്രേറ്റീവ് പ്രവർത്തനങ്ങൾക്കായിട്ട് നിയന്ത്രണ പാനൽ അതായത് കൺട്രോൾ പാനലിൽ ഏത് ഉപകരണമാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഗെയിം കൺട്രോളേഴ്സ്, ഓപ്ഷൻ ബി അഡ്മിനിസ്ട്രേറ്റീവ് ടൂൾസ്, ഓപ്ഷൻ സി ആക്സസിബിലിറ്റി ഓപ്ഷൻസ്, ഓപ്ഷൻ ഡി ആഡ് ഓർ റിമൂവ് പ്രോഗ്രാംസ്. ഏതാണ്? വിച്ച് ടൂൾ ഇൻ ദ കൺട്രോൾ പാനൽ ഈസ് യൂസ്ഡ് ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ് such as managing the computer, monitoring performance, editing security policy, etc. ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, അഡ്മിനിസ്ട്രേറ്റീവ് ടൂൾസ്. അടുത്ത ക്വസ്റ്റ്യൻ. Which tool is used to change computers date, time and regional settings? Which tool is used to change computers date, time and regional settings? അതായത് കമ്പ്യൂട്ടറിന്റെ തീയതിയും സമയവും പ്രാദേശിക ക്രമീകരണങ്ങളും ഒക്കെ മാറ്റാൻ ഏത് ഉപകരണമാണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഡേറ്റ് ആൻഡ് ടൈം, ഓപ്ഷൻ ബി ഷെഡ്യൂൾഡ് ടാസ്ക്, ഓപ്ഷൻ സി നെറ്റ്വർക്ക് കണക്ഷൻസ്, ഓപ്ഷൻ ഡി
ഫോൺ ആൻഡ് മോഡം കണക്ഷൻസ്. ഏതാണ്? വിച്ച് ടൂൾ ഈസ് യൂസ്ഡ് ടു ചേഞ്ച് കമ്പ്യൂട്ടേഴ്സ് ഡേറ്റ് ടൈം ആൻഡ് റീജിയണൽ സെറ്റിംഗ്സ്. ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ, ഡേറ്റ് ആൻഡ് ടൈം. അടുത്ത ക്വസ്റ്റ്യൻ, which tool in control panel helps to change the settings such as default web page, cleaning the history and cookies. Which tool in control panel helps to change the setting such as default web page, cleaning the history and cookies. എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം? എന്താണ്? കൺട്രോൾ പാനലിലെ ഏത് ഉപകരണമാണ് ഡിഫോൾട്ട് വെബ് പേജ്, ചരിത്രം, വൃത്തിയാക്കൽ, കുക്കികൾ എന്നിവ ക്രമീകരിക്കാൻ സഹായിക്കുന്നത്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ പവർ ഓപ്ഷൻസ്, ഓപ്ഷൻ ബി ഇന്റർനെറ്റ് ഓപ്ഷൻസ്, ഓപ്ഷൻ സി നെറ്റ്വർക്ക് കണക്ഷൻസ്, ഓപ്ഷൻ ഡി ഫോൺ ആൻഡ് മോഡം ഓപ്ഷൻസ്. ഏതാണ്? വിച്ച് ടൂൾ ഇൻ കൺട്രോൾ പാനൽ ഹെൽപ്സ് ടു ചേഞ്ച് ദ സെറ്റിംഗ് സച്ച് ആസ് ഡിഫോൾട്ട് വെബ് പേജ്, ക്ലീനിങ് ദ ഹിസ്റ്ററി ആൻഡ് കുക്കീസ്. ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, ഇന്റർനെറ്റ് ഓപ്ഷൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, which tool of control panel is used to change repeat rate when pressing key, changing cursor blink rate? Which tool in control panel is used to change repeat rate when pressing key, changing cursor blink rate? എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം? ഈ കീ അമർത്തുമ്പോഴും കേഴ്സറൊക്കെ ബ്ലിങ്ക് റേറ്റ് മാറ്റുമ്പോഴൊക്കെ ആവർത്തന നിരക്ക് മാറ്റാൻ ഏത് കൺട്രോൾ പാനലിന്റെ ഉപകരണമാണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഡിസ്പ്ലേ, ഓപ്ഷൻ ബി കീബോർഡ്, ഓപ്ഷൻ സി ഫോൾഡർ ഓപ്ഷൻ, ഓപ്ഷൻ ഡി ഗെയിം കൺട്രോളർ. ഏതാണ്? വിച്ച് ടൂൾ ഓഫ് കൺട്രോൾ പാനൽ ഈസ് യൂസ്ഡ് ടു ചേഞ്ച് റിപ്പീറ്റ് റേറ്റ് വെൻ പ്രസിംഗ് കീ, ചേഞ്ചിങ് കഴ്സർ ബ്ലിങ്ക് റേറ്റ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, കീബോർഡ്. അടുത്ത ക്വസ്റ്റ്യൻ, which tool in control panel is used to adjust double click speed button assignment, scrolling, etc.? Which tool in control panel is used to adjust double click speed button assignment, scrolling, etc.? അതായത് ഇരട്ട ക്ലിക്ക് വേഗത, ബട്ടൺ അസൈൻമെന്റ്, സ്ക്രോളിംഗ് തുടങ്ങിയവ ക്രമീകരിക്കാൻ കൺട്രോൾ പാനലിലെ ഏത് ഉപകരണമാണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ മൗസ്, ഓപ്ഷൻ ബി ഫോൾഡർ ഓപ്ഷൻസ്, ഓപ്ഷൻ സി ബ്ലൂടൂത്ത് ഡിവൈസ്, ഓപ്ഷൻ ഡി ഡിവൈസസ് ആൻഡ് സെറ്റിംഗ്സ്. ഏതാണ്? വിച്ച് ടൂൾ ഇൻ കൺട്രോൾ പാനൽ ഈസ് യൂസ്ഡ് ടു അഡ്ജസ്റ്റ് ഡബിൾ ക്ലിക്ക് സ്പീഡ്, ബട്ടൺ അസൈൻമെന്റ്, സ്ക്രോളിംഗ്, എക്സെട്ര? ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ, മൗസ്. അടുത്ത ക്വസ്റ്റ്യൻ, which tool in control panel shows all the network connection settings? Which tool in control panel shows all the network connection settings? അതായത് കൺട്രോൾ പാനലിൽ ഏത് ഉപകരണം എല്ലാ നെറ്റ്വർക്ക് കണക്ഷൻ ക്രമീകരണങ്ങളും കാണിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സെക്യൂരിറ്റി സെന്റർ, ഓപ്ഷൻ ബി ഇന്റർനെറ്റ് ഓപ്ഷൻസ്, ഓപ്ഷൻ സി നെറ്റ്വർക്ക് ആൻഡ് ഷെയറിംഗ് സെന്റർ, ഓപ്ഷൻ ഡി ഫോൺ ആൻഡ് മോഡം ഓപ്ഷൻസ്. ഏതാണ്? വിച്ച് ടൂൾ ഇൻ കൺട്രോൾ പാനൽ ഷോസ് ഓൾ ദ നെറ്റ്വർക്ക് കണക്ഷൻ സെറ്റിംഗ്സ്? ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ, നെറ്റ്വർക്ക് ആൻഡ് ഷെയറിംഗ് സെന്റർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓപ്ഷൻ ഇൻ കൺട്രോൾ പാനൽ ഈസ് യൂസ്ഡ് ടു അഡ്ജസ്റ്റ് ദ പവർ സെറ്റിംഗ്സ് ഓഫ് ദ കമ്പ്യൂട്ടർ? വിച്ച് ഓപ്ഷൻ ഇൻ കൺട്രോൾ പാനൽ ഈസ് യൂസ്ഡ് ടു അഡ്ജസ്റ്റ് ദ പവർ സെറ്റിംഗ്സ് ഓഫ് ദ കമ്പ്യൂട്ടർ? എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം? എന്താണ്? കമ്പ്യൂട്ടറിന്റെ പവർ ക്രമീകരണങ്ങൾ ക്രമീകരിക്കാൻ വേണ്ടി കൺട്രോൾ പാനലിലെ ഏത് ഓപ്ഷൻ ആണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ മൗസ് ആണോ, ഓപ്ഷൻ ബി പവർ ഓപ്ഷൻസ് ആണോ, ഓപ്ഷൻ സി സിസ്റ്റം സെറ്റിംഗ്സ് ആണോ, ഓപ്ഷൻ ഡി നെറ്റ്വർക്ക് കണക്ഷൻസ് ആണോ? വിച്ച് ഓപ്ഷൻ ഇൻ കൺട്രോൾ പാനൽ ഈസ് യൂസ്ഡ് ടു അഡ്ജസ്റ്റ് ദ പവർ സെറ്റിംഗ്സ് ഓഫ് ദ കമ്പ്യൂട്ടർ? ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, പവർ ഓപ്ഷൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ടൂൾ ഇൻ കൺട്രോൾ പാനൽ ഈസ് യൂസ്ഡ് ടു ചേഞ്ച് ദ നമ്പർ, കറൻസി,
time and date settings. Which tool in control panel is used to change the number, currency, time and date settings? എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം? എന്താണ്? നമ്പർ, കറൻസി, സമയം, തീയതിയൊക്കെ ക്രമീകരണങ്ങൾ എന്നിവ മാറ്റാൻ കൺട്രോൾ പാനലിൽ ഏത് ഉപകരണമാണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഡിസ്പ്ലേ, ഓപ്ഷൻ ബി കീബോർഡ്, ഓപ്ഷൻ സി പവർ ഓപ്ഷൻസ്, ഓപ്ഷൻ ഡി റീജിയൻ. ഏതാണ്? വിച്ച് ടൂൾ ഇൻ കൺട്രോൾ പാനൽ ഈസ് യൂസ്ഡ് ടു ചേഞ്ച് ദ നമ്പർ, കറൻസി, ടൈം ആൻഡ് ഡേറ്റ് സെറ്റിംഗ്സ്? ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, റീജിയൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.